ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് അബൌട്ട് ക്രിച്ചോഫ്സ് ലോസ്. ഇത് എന്താണെന്ന് വെച്ചാൽ ക്രിച്ചോഫ്സ് ലോയുടെ ആപ്ലിക്കേഷൻ എവിടെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സിൻ്റെ ഒരു നീണ്ട നില എന്ന് വെച്ചാൽ റെസിസ്റ്റേഴ്സ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ സീരീസ് ഓർ പാരലൽ and that combination can be connected across a series or a parallel or a mixed grouping of cells. അപ്പോൾ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ഉണ്ട്, അതിൽ നിരവധി റെസിസ്റ്റേഴ്സും സെല്ലുകളും ഒക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ടു ഫൈൻഡ് ഔട്ട് നെറ്റ് കറണ്ട് ഓർ കറണ്ട് ത്രൂ എ പെർട്ടിക്കുലർ ബ്രാഞ്ച് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ റെസിസ്റ്റർ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത്ര ഈസി അല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ക്രിച്ചോഫ്സ് ലോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ടാക്കിൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്രിച്ചോഫ്സിൻ്റെ ലോ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ജംഗ്ഷൻ റൂൾ എന്ന് പറയും, അപ്പോൾ പോയിന്റ് റൂൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റിൽ ആപ്ലിക്കബിൾ ആണ്, പോയിന്റ് റൂൾ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന റൂളാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജംഗ്ഷൻ റൂൾ. That is applicable in the case of a point or junction of an electrical network. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് എത്ര മാത്രമേ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സിഗ്മ ഡെൽറ്റ ഐ ഈക്വൽസ് 0, നോട്ട് ഡെൽറ്റ ബട്ട് സിഗ്മ ഐ ഈക്വൽസ് 0. കറണ്ട് ആണെന്നേ, കറണ്ടിന്റെ സമ്മാണ്, കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ സം എന്ന് പറയുമ്പോൾ ആൾജിബ്രായിക് സം ആണ്. ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് at any point or at any junction of an electrical circuit is equal to 0. Algebraic sum, because current scalar statement നമുക്ക് ഇതിന് സിഗ്മ is equal to 0 എന്ന് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചാൽ മതി, algebraic sum of the current meeting at any point of an electrical circuit is equal to 0. ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പോവാണ്. അതായത് ഇതൊരു പോയിന്റ് ആണ്. ഈ പോയിന്റിൽ നമ്മൾ ഈ പോയിന്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളാം. ഇതൊരു സർക്യൂട്ടാണ്. ഇതിലൂടെ I1 ആംപിയർ കറണ്ട് വരുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അടുത്ത ബ്രാഞ്ചിലൂടെ ഈ പോയിന്റിലേക്ക് I2 ആംപിയർ, ആൻഡ് here we have another branch and there I3 is leaving. I1 ഉം I2 ഉം പോയിന്റിലേക്ക് ഫ്ലോ ചെയ്ത് വരുമ്പോൾ I3 എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. I4 ഈസ് ഓൾസോ എ ലീവിംഗ് വൺ, ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് വൺ മോർ, ദാറ്റ് ഈസ് I5. ഈ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ പോയിന്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. പോയിന്റ് റൂൾ പ്രകാരം ആ പോയിന്റിലെ ആ കറണ്ടുകളുടെ ആൾജിബ്രായിക് സം എന്ന് പറയുന്നത് 0 ആണ്. ആൾജിബ്രായിക് സം ആണ്, കറണ്ട് ആണ്. ആൾജിബ്രായിക് സമ്മേഷൻ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സൈൻ, പ്രോപ്പർ സൈൻ കൊടുക്കണം. അപ്പം നിങ്ങൾ സൈൻ എങ്ങനെ കൊടുക്കാം? ഞാൻ പറയുകയാണ്, കറണ്ട് എൻ്ററിങ്ങിന് ഞാൻ പ്ലസ് സൈൻ കൊടുക്കും, അപ്പോൾ കറണ്ട് ലീവിങ്ങിന് മൈനസ് സൈൻ. എൻ്ററിങ് കറണ്ട് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കൂ, I1, I2, I5 കറണ്ടുകൾ, I5 കറണ്ടുകൾ എൻ്ററിങ് ആണ്. ആൻഡ് ഹിയർ I3 ആൻഡ് I4 ആർ ലീവിങ് ഫ്രം ദ പോയിന്റ് P. So in the algebraic summation എടുത്താൽ we can write like this: I1 is positive, okay, plus I2 is positive, plus I3. What is I3? I3 is negative. And next I4, that one also negative. Why it is negative? Because it is leaving. Plus I5 equals, I5 plus ആണോ മൈനസ് ആണോടാ? എൻട്രിങ് ആണ്. എൻട്രിങ്ങിന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന സൈൻ 0 ആണ്. ആൻഡ് ദാറ്റ് ഈസ് സോറി, I5ക്ക് നമ്മൾ എൻട്രിങ് ആണ്. അപ്പോൾ എൻട്രിങ് കറണ്ടിന് എടുത്തിരിക്കുന്ന സൈൻ പ്ലസ് ആണ്. ആൻഡ് സോ ഇറ്റ് ഇസ് പ്ലസ് I5 ഈക്വൽസ് 0. ഓർ യു ക്യാൻ റൈറ്റ് I1 പ്ലസ് I2 പ്ലസ് I5 ഈക്വൽസ് I3 പ്ലസ് I4. What is I1 plus I2 plus I5? That is current entering. So it is current entering. And what is this I3 plus I4? That is current leaving. So in short you can write current entering is equal to current leaving. Entry ചെയ്യുന്ന current എന്ത് ചെയ്യുകയാണ്? ലീവ് ആണ്. അത്രയേ ഉള്ളൂ. കറണ്ട് എന്ന് പറഞ്ഞാൽ ആ റേറ്റ് ആണ്. എന്തിൻ്റെ റേറ്റ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്.
എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ പിയിൽ എത്ര ചാർജ് എത്തുന്നോ അത്രയും ചാർജുകൾ അതേ ടൈമിൽ തന്നെ ലീവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 5 സെക്കൻഡ് ഒരു ഗിവൺ ടൈം, ഫോർ എക്സാമ്പിൾ 5 സെക്കൻഡ്സ് കൊണ്ട് ഇവിടെ എത്തുന്ന ചാർജുകളുടെ എണ്ണം 100 ആണെങ്കിൽ ആ 100 ചാർജുകൾ തന്നെ എന്ത് ചെയ്യും വേണം, ലീവ് ചെയ്യും വേണം. അതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഗിവൺ ടൈമിൽ എൻട്രി ചെയ്യുന്ന ചാർജുകൾ ലീവ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജസ് ക്യാൻ neither be created nor be destroyed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ that is a case of what we call the law of conservation of electric charges. So this point rule is based on the law of conservation of charges. So that is the most important point. ഞാൻ വീട്ടിൽ പറയാം, പോയിന്റ് റൂൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി, സിഗ്മ ഐ ഈക്വൽ ടു 0. ഇനി സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് വായിക്കുക. Algebraic sum of the current എവിടെ മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഓർ ജംഗ്ഷൻ ഓഫ് an electrical circuit is 0. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ ഒരു ജംഗ്ഷനിലേക്ക് കുറേ ബ്രാഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻട്രി ചെയ്യുന്ന കറണ്ടിന് പോസിറ്റീവ് ആണെങ്കിൽ ലീവ് ചെയ്യുന്നതിന് നെഗറ്റീവ്, നേരെ തിരിച്ചും എടുക്കാം. എൻട്രി ചെയ്യുന്നതിന് നിങ്ങൾ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ലീവ് ചെയ്യുന്നതിന് എന്ത് കൊടുക്കണം, പോസിറ്റീവ് കൊടുക്കണം. അതിൻ്റെ സം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ട് എൻട്രിങ് എന്താണ്, കറണ്ട് ലീവിങ്ങിന് തുല്യമാണ്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു ഗിവൺ ടൈമിൽ, നോട്ട് 1 സെക്കൻഡ് ബട്ട് ഇൻ എ ഗിവൺ ടൈമിൽ ജംഗ്ഷനിലേക്ക് എത്ര ചാർജ് എത്തുന്നു അത്രയും ചാർജുകൾ തന്നെ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുകയും വേണം. അതാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ നമ്മുടെ പോയിന്റ് റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ ഇതോടെ തീർന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടാമത്തെ, ഞാൻ ആൾറെഡി പറഞ്ഞു ക്രിച്ചോഫ്സ് ലോസിൽ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ പോയിന്റ് റൂൾ ആണ് ഇപ്പം നമ്മൾ ഫിനിഷ് ചെയ്തത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലൂപ്പിൽ അപ്ലൈ ചെയ്യുന്ന ലൂപ്പ് റൂളിലേക്ക് പോവാണ്. സോ സെക്കൻഡ് വൺ ഈസ് ലൂപ്പ് റൂൾ. സെക്കൻഡ് ഈസ് ലൂപ്പ് റൂൾ. ലൂപ്പ് എന്ന് പറഞ്ഞാൽ മെഷിൽ അപ്ലൈ ചെയ്യുന്ന റൂൾ. അപ്പോൾ ഇതിനെ മെഷ് റൂൾ എന്നും വിളിക്കാം. ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ. സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെയാണ്, ആൾജിബ്രായിക് സം ആണ്, ബട്ട് ഡെൽറ്റ വി ഈക്വൽ 0. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വായിക്കാം, പൊട്ടൻഷ്യലാണ്, പൊട്ടൻഷ്യലും സ്കെയിലാർ തന്നെയാണ്. അപ്പോൾ സം എടുക്കുമ്പോൾ ആൾജിബ്രായിക് സം എടുക്കണം. ആൾജിബ്രായിക് സം ഓഫ് ഡെൽറ്റ മീൻസ് ചേഞ്ച് ആണ്. അപ്പോൾ ആൾജിബ്രായിക് സം ഓഫ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഓൾ. അവിടെ നിങ്ങൾ നോക്കുക, ലൂപ്പാണ് എടുത്തിരിക്കുന്നത്, ക്ലോസ്ഡ് പാത്ത് ആണ്. സോ ആൾജിബ്രായിക് സം ഓഫ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, okay, around a loop or a closed path or a mesh is equal to 0. നിങ്ങളുടെ ക്ലോസ്ഡ് പാത്തിനെ മൊത്തം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. നിങ്ങൾ ഇത്ര മാത്രം ഇമാജിൻ ചെയ്യുക. എടാ, നിങ്ങൾ ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ ഒരു പെർട്ടിക്കുലർ ഫ്ലോറിലാണ്. യു സ്റ്റാർട്ട് ഫ്രം ഹിയർ. നിങ്ങൾ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പോയി. സോ യു ഗെയിൻ സം പൊട്ടൻഷ്യൽ. Then you come back to the initial position. അങ്ങോട്ട് എത്ര ഗെയിൻ ചെയ്യുന്നു അത്രയും ഇങ്ങോട്ട് വരുമ്പോൾ you lose exactly the same quantity of potential that you gained on your onward journey. അങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾ എത്ര പൊട്ടൻഷ്യൽ ഗെയിൻ ചെയ്തോ അത്രയും നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ that is 0. അതുപോലെയാണ് മെഷ് റൂളിൽ algebraic sum of the change in potential around a closed loop is 0 അല്ലെങ്കിൽ mesh is 0. ഇതാണ് ലൂപ്പ് റൂൾ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൈവശം ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ട്. ഇതൊരു സെല്ലാണ്, ഒരു സെൽ whose EMF is E. Okay? Let I be the current delivered by the cell whose internal resistance, let it be smaller. ഇത് ഒരു റെസിസ്റ്ററാണ്. ഞാൻ ഇതിന് ക്രോസ് ആയിട്ട് R1 എന്ന റെസിസ്റ്ററിനെ കണക്ട് ചെയ്തു. ലെറ്റ് ഐ കണക്ട് വൺ മോർ റെസിസ്റ്റർ. ഓക്കെ, R2. And I named it as A, B, C, D, E, F. സോ ഇവിടെ നിങ്ങൾക്ക് മെഷുകളെ അല്ലെങ്കിൽ ലൂപ്പുകളെ കാണാം. ഏതൊക്കെ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് ഈസ് A, B, C, D, A. You start from the point A. സോ നിങ്ങളുടെ പാത്ത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ട്രാവൽ ചെയ്തു A, B, C, D, A.
either anti-clockwise or clockwise. A, D, C, B, A. So that is a mesh. ഒരു മെഷ് കൂടെ കാണാം അല്ലേ? B, E, F, C, B. And one more mesh. A, E, F, D, A. So there are various meshes ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഓരോ മെഷിലും മെഷ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. So we consider the first mesh A, B, C, D, A. A, B, C, D, A. I ampere കറണ്ട് സെല്ലിന്റെ പോസിറ്റീവ് നിന്ന് ലീവ് ചെയ്തു, ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ എന്തുണ്ട്? കറണ്ടിന് ഓപ്ഷൻ ഉണ്ട്. ഒരു പാരലൽ പാത്ത് അവൈലബിൾ ആണ്. ആരുടെയൊക്കെ പാരലൽ പാത്ത്? R1, R2 resistors. They are connected across the cell. That means these two are in parallel combination. So ഇവിടെ എത്തി കറണ്ട് ഡിവൈഡ് ചെയ്യും. അത് നമ്മൾ എന്താണ് പറയുക, കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് റേഷ്യോയിൽ കറണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് I1 ആംപിയർ കറണ്ട് എവിടെ എത്തി? I2 ഫ്ലോ ചെയ്ത് ഇവിടെ എത്തി, കമ്പൈൻ ചെയ്ത് I ആയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ സെല്ലിന്റെ പോസിറ്റീവ് എത്ര ലീവ് ചെയ്യുന്നു അത്രയും എന്ത് ചെയ്യണം? എൻട്രി ചെയ്തേ മതിയാവും. നമ്മൾ എന്ത് ചെയ്താൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾജിബ്രായിക് സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വി സ്റ്റാർട്ട് ഫ്രം A to B. എക്കും ബിക്കും അക്രോസ് ആയിട്ട് റെസിസ്റ്ററുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. എയുടെ അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ഏത് പോയിന്റിനും ബിയുടെ പൊട്ടൻഷ്യൽ. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫ്ലോറിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നടക്കുന്ന പോലെ ഫ്ലാറ്റ് സർഫസിലൂടെ നടക്കുകയാണ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല. So you reaches the point B, and then you are moving from B to C. Which point is at higher potential? B or C? Yes, current flow ചെയ്യണമെങ്കിൽ potential difference വേണം. കറണ്ടിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ നിൽക്കറിയാം. that is from the point of higher potential to the point of lower potential. So when you are moving from B to C, you lose some potential, right? Because B is at a higher potential and C is at lower potential. So you are moving from B to C, you lose some potential. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കറണ്ടിന്റെ കാര്യം പറഞ്ഞ പോലെ പൊട്ടൻഷ്യലിനും നമുക്ക് സൈനുകൾ അസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പൊട്ടൻഷ്യൽ എങ്ങനെ സൈൻ അസൈൻ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഗെയിൻ സം പൊട്ടൻഷ്യൽ, നിങ്ങൾ എന്ത് നേടിയാലും അതൊരു പോസിറ്റീവായ കാര്യമല്ലേ ഇടാ. സോ യു പുട്ട് എ പോസിറ്റീവ് സൈൻ, പ്ലസ് സൈൻ. സപ്പോസ് യു ലൂസ് സം പൊട്ടൻഷ്യൽ, ദെൻ പുട്ട് ദ നെഗറ്റീവ് മാർക്ക്. ഇസ് ദാറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് വൺ വേ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനതാ പറഞ്ഞു, ഒരു ക്ലാസ്സിൽ ബോയ്സിനെ പ്ലസ് സൈൻ കൊണ്ട് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗേൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നെഗറ്റീവ്, ഗേൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലസ് സൈൻ കൊടുത്താൽ ബോയ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ദാറ്റ് ഈസ് ഓൾ നെഗറ്റീവ് സൈൻ കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ പൊട്ടൻഷ്യൽ ഗെയിന് ഞാൻ പ്ലസ് ആയിട്ട് എടുത്തു, വേറൊരാൾ പറയുകയാണ് എനിക്ക് പൊട്ടൻഷ്യൽ ഗെയിന് ഞാൻ നെഗറ്റീവ് ആണ്. ദാറ്റ് മേക്സ് നോ ഡിഫറൻസ് ഇൻ ദ ഫൈനൽ റിസൾട്ട്. എനിവേ നമ്മൾ ഏതെങ്കിലും ഒരു സൈൻ കൺവെൻഷനെ ഫോളോ ചെയ്യുക. അപ്പം ഞാനിവിടെ മോസ്റ്റ് ലോജിക്കലായ ഒരു സൈൻ കൺവെൻഷൻ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ NCERTയും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ B to C നിങ്ങൾ പോകുമ്പോൾ യു ലൂസ് സം പൊട്ടൻഷ്യൽ. സോ ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് ആസ് യു നോ ഇറ്റ് ഈസ് I1 R1. So that carries the sign minus I1 R1. Why it is minus? Because you lose some potential when you are traveling from B to C. You reaches the point C and then you are moving to D. There is no potential drop because both the C and D are at the same potential plus. And now this here we have a resistor. എനിക്ക് ആ കോമ്പിനേഷനെ ഒന്ന് മാറ്റി ഞാൻ ഇങ്ങനെ വരച്ചാൽ എനിക്ക് ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക. സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഇന്റേണൽ റെസിസ്റ്ററും ഒരു സെല്ലും. റെസിസ്റ്ററിലൂടെ ഞാൻ ട്രാവൽ ചെയ്യുകയാണ് ഫ്രം എന്താണ് ഇന്റേണൽ റെസിസ്റ്ററിലൂടെ. അഗെയിൻ മൈനസ്, അവിടെ കറണ്ട് എത്രയാണ്ട? I ആണ്. എന്തല്ല I1 അല്ല. എന്താ കാര്യം? I2 കറണ്ടോടെ എന്ന് കമ്പൈൻ ചെയ്തു. I into R പ്ലസ്. തീർന്നില്ല. Now you are traveling from നെഗറ്റീവ് ടു പോസിറ്റീവ് ഓഫ് ദ സെൽ. എടാ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നിന്ന് പോസിറ്റീവ്, അഥവാ ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്ക്. മനസ്സിലായോ? ഞാൻ ഇവനെ ഒന്നുകൂടെ മാറ്റി വരച്ചിരിക്കുകയാണ്. ഇത് R1 ആണ്, ഇതിലൂടെയുള്ള കറണ്ട് I1 ആണ്. ഇവിടുത്തെ കറണ്ട് എത്തുമ്പോൾ I ആവും. എന്തുകൊണ്ട് I ആവും? കാരണം ഇവിടെ നിന്നൊരു സപ്ലൈ ഉണ്ട്, I2ൻ്റെ സപ്ലൈ ഉണ്ട്. ശരി, അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്യണം? സെല്ലിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സെല്ലിൻ്റെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോയാൽ സെല്ലിൻ്റെ ലോവർ നിന്ന് ഹയറിലേക്കാണ് പോണത്.
എപ്പോൾ നിങ്ങൾ ലോവർ നിന്ന് ഹയറിലേക്ക് പോയാലും യു ഗെയിൻ സം പൊട്ടൻഷ്യൽ. ഗെയിൻ സം പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. പ്ലസ് എന്താണ്? EMF ആണ്. E എന്ന് കൊടുത്തു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. Or you can write EMF of the cell E equals I1 R1 plus IR. Is that clear? Clear അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം, ഒരു ലൂപ്പ് കൂടി എടുക്കാം. Now we consider this loop B E I F Z again B. Loop ഉണ്ടോ? B E F C B. B E F C B. Okay, study on. First, B and E are at the same potential because there is no potential drop. ഇനി E and F ലേക്ക് പോകുമ്പോൾ we are moving from higher to lower potential, and that potential is I2 R2. Potential lows ആണ്. B ഉം F ഉം ഒരേ potential. There is no potential drop or gain. Then you are moving from C to B. So current is flowing from B to C. So B is at higher potential and C is at lower potential. Now, നമ്മുടെ ലൂപ്പിലെ ഡയറക്ഷൻ C നിന്ന് B ലേക്കാണ്. We are moving from lower to higher potential. So it is plus I1 R1. ഇനി എന്തെങ്കിലും ഉണ്ടോ? സെല്ല് വല്ലതും ഉണ്ടോ? ഇല്ല. So that is equal to 0 സ്റ്റേറ്റ്മെന്റ് പ്രകാരം. Or you can write I1 R1 equals I2 R2. What is I1 R1? It is a potential across R1. And what is I2 R2? That is a potential across R2. I1 R1 equals I2 R2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? PD across R1 equals PD across R2. അങ്ങനെ വന്നേ മതിയാവൂ. കാരണം R1 ഉം R2 ഉം കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് തരാം. നിങ്ങൾക്ക് ഒരു ലൂപ്പ് കൂടെ നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ? ഏത് ലൂപ്പ് ഉണ്ടറാ? A E F D A എന്ന് പറയുന്ന ലൂപ്പ് കണ്ടല്ലോ. A E F D A എന്ന് പറയുന്ന ലൂപ്പ്. ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുക. അവിടെയും ഇതുപോലെ മെഷ് റൂൾ അല്ലെങ്കിൽ ഒരു ലൂപ്പ് റൂൾ ആണ് അപ്ലൈ ചെയ്തിട്ട് അത് കൃത്യമായി അതിൻ്റെ നോട്ട്സ് എനിക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്ന് പറയുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എന്താണ്? ആൾജിബ്രായിക് സം ഓഫ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. എടാ ഞാൻ അതാണ് നിങ്ങളുടെ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഒരു ബിൽഡിങ്ങിൽ നിങ്ങൾ അതിൻ്റെ 3rd ഫ്ലോർ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ 5th ഫ്ലോറിലേക്ക് പോയി, യു കം ബാക്ക് ടു ദ 3rd ഫ്ലോർ അഗെയിൻ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ച് ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി അഗെയിൻ യു കം ബാക്ക് ടു ദ സെയിം പൊസിഷൻ. ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. നൗ യുവർ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് 0. അപ്പോൾ അവിടെ എനർജി എന്ത് ചെയ്യാണ്? എനർജി ഗെയിനിങ് ഉണ്ട്, എനർജി ലോസും ഉണ്ട്. ഫൈനലി നിങ്ങൾ ടോട്ടൽ എനർജി എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതുപോലെയാണ് ഇവിടെയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് റൂൾ ഈസ് നത്തിങ് ബട്ട് എ സ്പെഷ്യൽ കേസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ പോയിന്റ് റൂള് കൺസർവേഷൻ ഓഫ് ചാർജ് ആണെങ്കിൽ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് energy. So remember, loop rule or mesh rule is based on the law of conservation of energy. Is that clear? അപ്പോൾ ഇത് രണ്ടും കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ക്രിച്ചോഫ്സ് ലോസ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് രണ്ട് ലോ പഠിച്ചു, പോയിന്റ് റൂളും പഠിച്ചു, ലൂപ്പ് റൂളും പഠിച്ചു. നമ്മൾ ഇനി ഒരു ഡിസ്കഷനും ഇവിടെ നടത്താൻ പോവാണ്. The next discussion is Wheatstone principle. Wheatstone principle. ഇത് ക്രിച്ചോഫ്സ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എടുക്കുകയാണ്, സോ കാൾഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എടുക്കുകയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ആ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ ക്രിച്ചോഫ്സിൻ്റെ പോയിന്റ് റൂളും ലൂപ്പ് റൂളും അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കി വെക്കുകയാണ്. Let me have an electrical network like this. P. And this is
one is Q. P, Q, R, and finally one more, that is S. So P, Q, R, and S, these are the various resistors. And we have bridge hole. There we connect a galvanometer. Okay. And across these 2 points, we connect a cell. And we mark these points as A, B, C, and D. നോക്കൂ, സെല്ലിന്റെ പോസിറ്റീവ് നിന്ന് I ആംപിയർ കറണ്ട് ലീവ് ചെയ്തു. ഈ പോയിന്റിൽ എത്തിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എന്തുണ്ട്? ബ്രാഞ്ചിങ് ഉണ്ട്. അപ്പൊ I1 കറണ്ട് പിയിലൂടെയും I2 കറണ്ട് ആറിലൂടെയും ഫ്ലോ ചെയ്തു. ബിയിലെത്തി. ഞാൻ പറയുകയാണ് ബിയുടെ പൊട്ടൻഷ്യൽ ലെറ്റ് ഇറ്റ് ബി ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ഡി. അപ്പോൾ നമ്മളൊരു ചെറിയ അസംഷൻ എടുക്കുകയാണ്. എങ്ങനെ വേണോ എടുക്കാം. വി ബി ഗ്രേറ്റർ ദാൻ വി ഡി എന്ന് ഞാൻ എഴുതും. ബിയിലെ പൊട്ടൻഷ്യൽ ഡിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എത്തി I1 കറണ്ട് ഒരു സ്മോൾ കറണ്ട് ഗാൽവനോമീറ്റർ കറണ്ട് IG എന്ന് മാർക്ക് ചെയ്തു. ഈ പാക്കിലൂടെ വന്നു. ബാലൻസ് ഉള്ള I3, അതായത് I1 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെ? IG-യും I3-യും ആയിട്ട്. ബിന്ന് ഡിയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ കാരണമുണ്ട്. നമ്മൾ എടുത്തു പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി ഇസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ഡി. ഇവിടെ I2 എത്തും, IG എത്തും. അത് I4 ആയിട്ട് ഏതിലൂടെ ഫ്ലോ ചെയ്തു? എസിലൂടെ ഫ്ലോ ചെയ്തു. I3, I4 ഇവിടെ എത്തി. ഇവിടെ നിന്ന് വന്ന കറണ്ട് ഫ്ലോ ചെയ്ത് പല വഴി കൂടെ ഇവിടെ എത്തി. വീണ്ടും എന്താവും? I ആയിട്ട് ഇവിടെ വരും. അപ്പോൾ സെല്ലിന്റെ പോസിറ്റീവ് ലീവ് ചെയ്ത് തന്നെ നെഗറ്റീവിൽ എത്തുകയും ചെയ്യും. നമ്മൾ ആദ്യം പോയിന്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വി അപ്ലൈ പോയിന്റ് റൂൾ at points B and D. പോയിന്റ് റൂൾ. എടാ, ഈ പോയിന്റിൽ പോയിന്റ് റൂൾ പ്രകാരം കറണ്ട് എൻട്രിങ്ങും കറണ്ട് ലീവിങ്ങും ഈക്വലാണ്. എൻട്രി ചെയ്യുന്ന കറണ്ട് ഏതാണ്? I1. ലീവ് ചെയ്യുന്ന ആരാണ്? I3, IG. സോ വി ക്യാൻ റൈറ്റ് I1 ഈക്വൽസ് I3 പ്ലസ് IG. ഒരെണ്ണം കഴിഞ്ഞു. ഡിയിലേക്ക് വന്നാൽ എൻ്റർ ചെയ്യുന്നവൻ I2 ഉണ്ട്, IG-യും ഉണ്ട്. ലീവ് ചെയ്യുന്നവൻ I4. കണ്ടല്ലോ, I2, IG എൻട്രി. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യുന്നവനെ ഇങ്ങനെ എഴുതാം. I2 ഇവിടെ എഴുതാം അല്ലേ? I2 പ്ലസ് IG ഈക്വൽസ് I4. പോയിന്റ് റൂൾ തീർന്നു. ഇനി ഒന്നാമത്തെ മെഷ് റൂള് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഏത് മെഷിലെന്ന് ചോദിച്ചാൽ എ ബി ഡി എ. കണ്ടോ, എ ബി ഡി എയിൽ മെഷ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാം. എന്ന് ബിയിലേക്ക് പോയി. ഹയർ പൊട്ടൻഷ്യൽ, ലോവർ പൊട്ടൻഷ്യൽ. എങ്ങനെ മനസ്സിലായടാ? ബിക്കോസ് കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം എ ടു ബി. കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ടേ ഫ്ലോ ചെയ്യൂ? ഹയർന്ന് ലോവറിലേക്ക്. ഹയർന്ന് ലോവറിലേക്ക് പോയാൽ പൊട്ടൻഷ്യൽ ലോസ്. പൊട്ടൻഷ്യൽ ലോസ് ആണെങ്കിൽ മൈനസ് സൈൻ. സോ ഇറ്റ് ഈസ് മൈനസ് I1 into P. Again B to D. മൈനസ് IG into G. മനസ്സിലായോടാ? അത് ഹയർ എന്ന് ലോവറിലേക്ക്, ഡി എന്ന് എയിലേക്ക്. എന്ന് ഡിയിലോട്ടാ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എ ആ ഹയർ പൊട്ടൻഷ്യൽ, അപ്പോൾ ഡി ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഡി എന്ന് എയിലേക്ക് പോയാൽ പൊട്ടൻഷ്യൽ ഗെയിൻ. സോ പ്ലസ് I2 into R is equal to 0. അടുത്ത ലൂപ്പ് എടുത്തു. ബി സി ഡി ബി. സ്റ്റാർട്ട് ചെയ്യാം. ബി ടു സി ഇറ്റ് ഈസ് I3 into Q പ്ലസ് ഓർ മൈനസ് മൈനസ്. കാര്യം ആ പൊട്ടൻഷ്യൽ ലോസ് ആണ്. സി ടു ഡി potential gain, because this is lower potential and this is higher potential. We are moving from C to D, from lower to higher, so it is plus I4 into S. Again D to B, lower to higher,
പ്ലസ് IG into G equals 0. Point rule I, loop rule I. Now, initially we have an assumption VB greater than VD. Now, let VB equals VD. Potential at B യെ പൊട്ടൻഷ്യൽ ആയിട്ട് ഡിക്ക് ഈക്വൽ ആക്കി. എങ്ങനെ ഈക്വൽ ആക്കും എന്നുള്ളത് ബീസ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് നമുക്ക് ലാബിൽ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്താണ് ബാലൻസ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് ലാബിൽ വരട്ടെ. അപ്പോൾ ഇവിടെ VB ഈക്വൽസ് VD വന്നു കഴിഞ്ഞാൽ ബിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കറണ്ട് ഫ്ലോ ചെയ്യൂ. പൊട്ടൻഷ്യലുകൾ ഈ രണ്ട് പോയിന്റിലെ പൊട്ടൻഷ്യലുകൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ അവിടെ IG-യുടെ വാല്യൂ എന്തായി മാറും? 0 ആയി മാറും. IG 0 ആയി മാറിയാൽ ഈ പോയിന്റ് റൂളിൽ വരുന്ന മോഡിഫിക്കേഷൻ നൗ പോയിന്റ് റൂൾ അപ്ലൈ ചെയ്താൽ അറ്റ് ഏതൊക്കെയാടാ? B ആൻഡ് D അല്ലേ? B ആൻഡ് D ഇതെങ്ങനെയായി മാറും? I1 ഈക്വൽസ് I3 and I2 equals I4. I1 equals I3 and I2 equals I4 because ഈ കറണ്ട് എന്താണ്? 0 ആണ്. ഇനി മെഷ് റൂൾ എന്തായി മാറും? മെഷ് റൂൾ ഒന്ന് പറഞ്ഞേ. ഇവിടുത്തെ മെഷ് റൂൾ എന്തായി മാറൂടാ? ഈ കറണ്ട് IG എന്തായി പോയി? 0 ആയി പോയി. സോ യു ക്യാൻ റൈറ്റ് minus I1 into P, അടുത്ത ടേം എന്താണ്? 0 plus I2 into R is equal to 0. Or you can write I1 into P equals I2 into R. Next one, minus I3 into Q plus I4 into S. ഈ ടേം എന്തായി? 0 ആയി. That is equal to 0. ഇതെങ്ങനെയായി മാറും? I3 into Q equals I4 into S. ഇത് equation 1, ഇത് equation 2. Equation 1 by equation 2 I1P by I3Q equals I2R by I4S. ഇവിടെ ആൾറെഡി നമുക്ക് കിട്ടിയ റിസൾട്ട് നോക്കിയേ. ഇവിടെ വന്നേ I1 equals I3, I2 equals I4. So you can write P by Q equals R by S. That is a famous Wheatstone bridge principle. ഒരു ഇലക്ട്രിക്കൽ മെഷ് എടുത്താലേ ഇവിടെ ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണെങ്കിൽ നമ്മൾ പറയും ബ്രിഡ്ജ് ബാലൻസ് ചെയ്തു എന്ന് പറയും. ഗാൽവനോമീറ്റർ കറണ്ട് 0 ആക്കിയാൽ ദ ബ്രിഡ്ജ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ് ബ്രിഡ്ജ്. എന്ത് ബ്രിഡ്ജാണ്? ബാലൻസ്ഡ് ബ്രിഡ്ജാണ്. ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണെങ്കിൽ ഗാൽവനോമീറ്റർ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കറണ്ടിൻ്റെ പ്രസൻസ് മെഷർ ചെയ്യാൻ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആക്ച്വലി ഈ ഗാൽവനോമീറ്ററിനെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ അമ്മീറ്ററും വോൾട്ട്മീറ്ററും ആക്കി മാറ്റുന്നത്. ആ കൺവേർഷൻ പ്രോസസ്സ് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗാൽവനോമീറ്റർ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക ഒരു സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്, കറണ്ടിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ബാലൻസ്ഡ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് എന്താവും? 0 ആവും. 0 ആയാൽ ഗാൽവനോമീറ്റർ അനങ്ങത്തില്ലെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് നൾ ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ എൻ്റെ ഒരു ടെർമിനോളജി ഞാനൊന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നൾ ഡിഫ്ലക്ഷൻ വെച്ചാൽ 0 ഡിഫ്ലക്ഷൻ വെച്ചാൽ ഗാൽവനോമീറ്ററിലെ കറണ്ട് ഇല്ല. ബാലൻസ്ഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ ബിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യലുകൾ ഈക്വലാണ്. ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് വരികയാണ്.
എന്നാണ് എൻ്റെ വേണ്ടത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ P/Q ഈക്വൽസ് R/S, അല്ലെങ്കിൽ P/R is equal to Q/S, അങ്ങനെ എഴുതാം. P/R is equal to. സോ ദാറ്റ്സ് ഓൾ. ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ട് അവിടെ നിങ്ങൾ P/Q is equal to R/S അല്ലെങ്കിൽ P/R is equal to Q/S എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസം ഞാനിതിൻ്റെ ആപ്ലിക്കേഷൻ മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ എല്ലാവരും തന്നെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് സെൻഡ് ചെയ്യണം. ഓക്കെ, ബൈ.